തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷമാണല്ലോ ഈ തീർച്ചയായിട്ടും ഇവിടുത്തെ ചുട്ടുപോകുന്ന വെയിലത്തും ഞാൻ ആഹ്ലാദിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു ബലവുമാണ്. അതവിടെ കണ്ടില്ല, എല്ലാ പ്രവർത്തകരും ഉണ്ട്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് നമ്മളെ ഏറെ ആശ്വസിപ്പിക്കുന്നതും ആത്മവിശ്വാസം ഏകുന്നതാണ്. അതിന്റെയാണ് സന്തോഷം. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല റെസ്പോൺസാണ്. എല്ലാവരും ശരിക്കും എന്നെ സന്തോഷിപ്പിക്കുന്നത് കുറച്ച് ഈ പറയുന്ന പോലെ ചിഹ്നം മാറിയതിൽ ചിലർക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെട്ടപ്പം അവർക്കുണ്ടായൊരു സന്തോഷം വേറെ തന്നെയാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് സംശയിച്ച് നിൽക്കുന്നവർ പോലും വോട്ട് ചെയ്യാമെന്ന് ഉറപ്പ് തരികയും പിന്നെ മറ്റു പാർട്ടിയുടെ പല പ്രവർത്തനങ്ങളിലും മടുപ്പ് തോന്നിയവരും ക്ഷമ കെട്ടവരും ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, നമ്മളിലേക്ക് വരാൻ, നമ്മുടെ പാർട്ടിയിലേക്ക് വരാൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ അതൊക്കെ ഏറെ സന്തോഷമായി. പിന്നെ മത്സരമാണ്, മത്സരം പോലെ തന്നെ കാണണം. എല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിധി ദൈവം തീരുമാനിക്കട്ടെ. അപ്പം ശരിക്കും ഏത് നേതാവിനെ ഏറ്റവും ഇഷ്ടം? എൻ്റെ മനസ്സിൽ എപ്പോഴും മോദിജി എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ ആൾക്കാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ ഒരു റോൾ മോഡലാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിനസ്സും കൂടെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാ പാർട്ടിയിലുള്ളവരുമായിട്ട് സൗഹൃദമുണ്ട്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് വർക്കുകൾ എല്ലാ പാർട്ടികളിൽ നിന്നും വരാറുണ്ട്. നമ്മളെല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ സിനിമ ഫീൽഡും കൂടെ ആയതുകൊണ്ട് 17 വർഷമായിട്ട് പല വേദികളിൽ പോയിരിക്കുമ്പോഴും പല പാർട്ടിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇഷ്ടപ്പെട്ട നേതാവ് നരേന്ദ്രമോദിയായിട്ട് എന്തുകൊണ്ടാണ് BJP ചേരാതെ 2020 ചേരാൻ തീരുമാനിച്ചത്? BJP എന്നുള്ളൊരു അടിസ്ഥാനമായിട്ടുള്ള ടൈറ്റിലിംഗ് തന്നെയാണ്. BJPയുടെ കുടുംബമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. BJP എന്ന് പറയുന്നൊരു വലിയ കുടുംബം 2020 ആയിട്ട് ഒത്തുചേർന്നത്, അവരുടെ ഒരു അലയൻസ്, അതൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നു. അപ്പോൾ 2020യുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോഴും BJP എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിലെ മകളായിട്ട് പറയാനാണ് എനിക്ക് ആഗ്രഹം. നേരിട്ട് BJP ചേരുന്ന അപ്പോൾ കുറച്ചുകൂടി ഇവിടെയുള്ള ആളുകൾക്ക് ചിഹ്നം കൂടി വരുമ്പോൾ നല്ലതായി നമുക്ക് വരുന്നൊരു സാഹചര്യത്തിലാണല്ലോ നമുക്ക് നിൽക്കാനും സംസാരിക്കാനും കഴിയുക. അത് ഞാൻ ഏറെ പോസിറ്റീവായിട്ട് കാണുന്നു. പിന്നെ എല്ലാവരോടും വളരെ കാര്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ചിഹ്നമല്ല നമുക്കിവിടെ വേണ്ടത്. തൃപ്പൂണിത്തുറയിൽ ഒരുപാട് നന്മകൾ നടക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പരിഗണിക്കുക തന്നെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ശരിക്കും പണ്ട് പഠിക്കുന്ന കാലങ്ങളിലൊക്കെ മത്സരിക്കാൻ, അന്ന് കോളേജിലൊക്കെ മത്സരിക്കാൻ തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? കോളേജിൽ ഞാൻ ചേർന്ന സമയത്ത് നല്ല കട്ട രാഷ്ട്രീയമായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾ വന്നിട്ട് അവിടെ കുറേ സീനിയർ ചേച്ചിമാരുടെ വർത്തമാനമൊക്കെ കണ്ട് ബഹളങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ജൂനിയേഴ്സ് പ്രിൻസിപ്പളിനോട് പോയിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ രാഷ്ട്രീയമൊക്കെ, വളരെ സമാധാനപരമായിട്ട് പോയാൽ മതിയല്ലോ എന്ന് പറയുകയും അങ്ങനെ രാഷ്ട്രീയം അവിടെ നിർത്തിയതാണ്. പക്ഷെ ആ ആള് തന്നെ ഇപ്പം വീണ്ടും രാഷ്ട്രീയത്തിൽ എത്തിയില്ലേ? അതൊക്കെ ഒരു നിയോഗം പോലെയാണ്. ഇപ്പം എൻ്റെ തറവാട് ഇവിടെ തൃപ്പൂണിത്തുറയിൽ തന്നെയാണ്. അപ്പം അച്ഛനും അച്ഛമ്മയൊക്കെ ഒരുപാട് പ്രവർത്തകരായിട്ട് അവർ തറവാട്ടിലിരിക്കുകയും പല പരിപാടികൾ അവിടെ നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടെയുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവർ BJP തന്നെ, അതെല്ലാവരും അതിൽ തന്നെയാണ്. ഇപ്പൊ തോന്നുന്നുണ്ടോ പണ്ട് രാഷ്ട്രീയം വേണ്ടെന്ന് പ്രിൻസിപ്പളിനോട് പോയി പറഞ്ഞതേ അത് തെറ്റായി പോയി, അങ്ങനെ പറയണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ വരുന്ന സമയം മുഴുവൻ അവിടെ അടിയും യുദ്ധവും ഒക്കെ കണ്ടിട്ട് മടുത്തത് കൊണ്ടാണ് അതെന്തിനാ അങ്ങനെ വളരെ സമാധാനപരമായിട്ട് നമ്മുടെ കോളേജ് ലൈഫ് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചത്. അവിടെ ഒരു തരംതിരിവും ഒരു ഗ്രൂപ്പ് കളിയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നീട് ആ കോളേജിൽ സീനിയേഴ്സ് ജൂനിയേഴ്സ് അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഒരേ മിഷനും ആ ഒരു സൗഹൃദമൊക്കെ ഒരേപോലെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം അതൊരു നന്നായി. ഞാനിപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഞാൻ നിൻ്റെ സീനിയറാണ്, ഞാൻ നിൻ്റെ ജൂനിയറാണ്, ആ ഒരു സ്നേഹം എല്ലാവരും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നേ, രാഷ്ട്രീയമൊന്നും ഇല്ല, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ വോട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്, അത് ശരിക്കും അങ്ങനെ അതെന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയ രീതിയിൽ സംസാരിക്കാനുള്ള ചൊവ്വയൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും ഓടി വന്ന് ഒരു മടിയും ഒരു പേടിയും കൂടാതെ അവരുടെ പ്രശ്നം പറയാനായിട്ട് കഴിയണം. അതിന് അവരെ ഇരുത്താനും അവരെ കയറ്റാനും ഒരു സന്മനസ്സുണ്ടാവണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു ക്ഷമ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം. അല്ലാതെ ഘോരഘോരമായിട്ട് പ്രസംഗിച്ച് അങ്ങനൊരു രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരി ആവാനല്ല എനിക്ക് ആഗ്രഹം, തൃപ്പൂണിത്തുറയുടെ മകളാവാനാണ് ആഗ്രഹം. അത് അവരിൽ ഒരാളായിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം ഉണ്ടെങ്കിലല്ലേ ശരിക്കും MLA യും ഇപ്പോൾ ഈ അരുണോട്ടനോടൊക്കെ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാ. അത് രാഷ്ട്രീയം വേണ്ടി ആളുകളെ നയിക്കാൻ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും പറയും, നമുക്ക് മനസ്സാണ് വേണ്ടത് ആളുകളെ നയിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു 10 കാര്യം വാഗ്ദാനവും കൊടുത്തിട്ട് കുറേ പ്രസംഗിച്ചിട്ട് പോയിട്ട് എന്താ കാര്യം? ഇവർ പറയുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. ഇവിടെ
ഞാൻ പറയട്ടെ, ഇത്രയും വലിയ പദ്ധതികൾ, വികസന പദ്ധതികൾ വരുന്നു. 10,000 കോടിയുടെ പദ്ധതിയാണെങ്കിലും തൃപ്പൂണിത്തുറ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. 2020 എന്ന് പറയുന്ന ശക്തിയുണ്ട്, BJP എന്ന് പറയുന്ന ശക്തിയുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണ സമയത്ത് പലരും വന്ന് ദേഷ്യപ്പെട്ടും കരഞ്ഞും ഒക്കെ പറഞ്ഞ കാര്യമാണ്. മോനെ, വെള്ളമില്ല, ലൈറ്റില്ല, ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ അതേപോലെ പല പ്രശ്നങ്ങൾ, പട്ടയം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്ന സമയത്തല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് അതൊക്കെ ചെയ്ത് തീർക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും വികസനം ഉണ്ടെങ്കിലും അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവർ ക്ഷമയോടുകൂടി ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം അവരിലേക്ക് ഇറങ്ങി ചെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ വരണം അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഞാൻ വീട്ടിലിരുന്ന് വീടും അമ്പലവും പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. അപ്പോൾ സിനിമ എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ വന്നത്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. ഒരു ഫോട്ടോ പോലും സ്റ്റുഡിയോ പോലും പോയി എടുക്കാത്ത ഒരാളാണ് ഞാൻ. അത്രത്തോളം എനിക്ക് ക്യാമറ പേടിയായിരുന്നു, മടിയായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ 17 വർഷമായിട്ട് സിനിമയിൽ ഇപ്പോഴും ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്നു, അവാർഡുകൾ കൈവരിച്ചു. അപ്പം അതേപോലെ ഇപ്പോഴത്തെ എൻ്റെ നിയോഗം ചിലപ്പോൾ ഭഗവാൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതായിരിക്കാം. ഇനി ഇതിലാണ് യോഗമെങ്കിൽ ഇതും കൂടെ കൊണ്ട് നടക്കും, ഒരു മകളെ പോലെ. എന്നിട്ട് പഠിക്കും. രാഷ്ട്രീയത്തിൽ എവിടം വരെ എത്തണം എന്ന് ആഗ്രഹം? രാഷ്ട്രീയത്തിൽ എവിടെ വരെ എത്തണം എന്നല്ല, രാഷ്ട്രീയത്തിൽ ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരുടെയും വീട്ടിലൊരു കുട്ടിയെ പോലെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നെക്സ്റ്റ് ഡോർ ഗേള്, നമ്മുടെ വീട്ടിലൊരു കുട്ടിയെ പോലെ തോന്നുന്നു എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമയിൽ ഒരാളായിട്ട് എന്നെ കാണാൻ. അപ്പം അതുപോലെ രാഷ്ട്രീയത്തിൽ വരുമ്പോഴും ആ ഉള്ളിടത്തോളം എത്ര വർഷമാണോ അതിൽ ആ അത്രത്തോളം വർഷം ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ, ഒരു തെറ്റായ വഴിയിലൂടെ പോവാതെ അവരിൽ ഒരാളായിട്ട് നിൽക്കണം എന്നാണ് ആഗ്രഹം. ഈ സിനിമയാകുമ്പേ അതെല്ലാവരും ഇഷ്ടപ്പെടും. അത് പിന്നെ BJPക്കാർ ഇഷ്ടപ്പെടും, കോൺഗ്രസ്സുകാർ ഇഷ്ടപ്പെടും, CPM ഇഷ്ടപ്പെടും, അതല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇഷ്ടപ്പെടും, മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടും, ക്രിസ്ത്യാനികൾ ഇഷ്ടപ്പെടും. പക്ഷേ ഒരു NDA സ്ഥാനാർത്ഥിയാകുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ CPM ഇഷ്ടപ്പെടില്ല. മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് നോക്കണ്ടല്ലോ, ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ അതല്ല. അപ്പം സിനിമയിൽ എല്ലാവരും സ്വീകരിക്കപ്പെടും, എവിടെ പോയാലും ആ സ്വീകാര്യത ഉണ്ടാവും, എല്ലാവരും ഫോട്ടോ എടുക്കും. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പേ അതിനുശേഷം എതിർപ്പുകൾ ഉണ്ടാവും. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് മറ്റു പാർട്ടിയിലുള്ള പ്രവർത്തകരും കുടുംബക്കാരുമാണ്. അപ്പൊ അതെന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലേ. അത് പിന്നീടല്ലേ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് എത്ര ഭംഗിയായിട്ട് നമ്മൾക്ക് കടന്നു പോകാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാളെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ എവിടെ എത്തില്ല, നമ്മൾ ആദ്യം കയറി എവിടെയെങ്കിലൊക്കെ എത്തും ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയാക്കുക എന്നുള്ളതാണ് അതിലൂടെ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നമ്മളൊക്കെ ഒരു പഠിച്ച തലമുറയാണ്, നമ്മളിപ്പോൾ 1-2 മുന്നത്തെ തലമുറ അത്രയധികം പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഈ തലമുറയിൽ നമ്മുടെ തലമുറയിൽ പെട്ട ആളുകൾ പേരിനൊപ്പം ജാതി വാല് കൂടി ചേർക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടെ അതിലൊന്നും എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ പറയണത് എന്താ വെച്ചാൽ, എൻ്റെ പേര് അഞ്ജലി PV എന്നുള്ളതായിരുന്നു. പിന്നീട് സിനിമയിലേക്ക് വന്നപ്പം സിനിമയിലൊരു അഞ്ജലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തമിഴ് ലോകത്തിലെ ഡയറക്ടർ എന്നെ ഭാഗ്യാഞ്ജലി എന്നുള്ളൊരു പേര് എനിക്ക് തന്നു. അല്ല, അന്ന് ക്ഷേത്രാഞ്ജലി എന്നൊരു പേര് തന്നു. ഞാൻ പിന്നെ ക്ഷേത്ര അമ്പലമൊന്നും എൻ്റെ കൂടെ വേണ്ട, അങ്ങനെ ഭാഗ്യാഞ്ജലി എന്നുള്ള പേര് വന്നു. സിനിമയിൽ അവിടെ നായികയായിട്ട് തമിഴിൽ ചെയ്തുകൊണ്ടിരുന്ന 2-3 വർഷം എനിക്ക് മറ്റ് കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ ആ ഭാഗ്യാഞ്ജലി എന്നുള്ള പേരൊക്കെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ചിവിടെ നാട്ടിൽ വന്ന് അഞ്ജലി എന്നുള്ള വെറും അഞ്ജലി എന്നുള്ള പേരിൽ മാത്രം പോവുകയും പിന്നീട് എന്തോ ഒരു ഇതേപോലൊരു സിനിമ വന്നപ്പം അവർ ചോദിച്ചു, ഈ PV വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു അഞ്ജലി പേര് വേണം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഗിരിധരൻ നായർ എന്നാണ് അച്ഛൻ്റെ പേര്, ഒരു കാര്യം ചെയ്യും നായർ എന്നുള്ള പേര് വെച്ചോളൂ. അപ്പോൾ പിന്നെ ഈ അഞ്ജലി എന്നുള്ള പേരിന് ഇനിയും മാറ്റല്ല, അത് മറ്റേ അഞ്ജലിയായിട്ട് കൺഫ്യൂഷൻ ആവും വിക്കിപീഡിയയിൽ. ഞാൻ എന്ത് കൺഫ്യൂഷൻ, മുഖം രണ്ടല്ലേ. അങ്ങനെ അവരുടെ നിർബന്ധത്തിനാണ് അഞ്ജലി നായർ എന്നാക്കിയത്. അത് അങ്ങനെ പോയി. അതിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണാവോ ദോഷാവോ അതൊന്നും അറിയില്ല. കേരളത്തിലെ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാരാണല്ലോ, ആ സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് എന്തായിരുന്നു ഒരു അഭിപ്രായം? അവരുടെ അഭിപ്രായം ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ആധികാരികമായി സംസാരിക്കാനുള്ള അഭിപ്രായത്തിലേക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയിൽ ഉണ്ടാവാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ല. എല്ലാവരും നല്ലതും ചെയ്തിട്ടുണ്ടാവാം, ചീത്തയും ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസും ഇമ്പാക്റ്റും അവർക്കുണ്ടായ ഒരു കാര്യങ്ങളിലാണ് ഇപ്പം നമ്മുടെ പാർട്ടിനോട് ഒരുപാട് പേര് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു നിയോഗം മാത്രമാണ്, അതിലൊരു ഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അങ്ങനെ പോലും പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല.
നടക്കട്ടെ. വിജയിച്ചാൽ എന്തൊക്കെ ചെയ്യും നമ്മുടെ മണ്ഡലം? വിജയിച്ച എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം ചെയ്യും. എന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തിരിക്കും. ഈ കേരളത്തിലെ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം? ഇപ്പോൾ ഒരുപാട് നേതാക്കളുണ്ട് 2020 BJP-യിലൊക്കെ. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിച്ച പോരെ. ഞാനൊരാൾ പറയുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഇത്രയും ജനങ്ങളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ കാണട്ടെ. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു ചാൻസ് തരാനാണ്, ഞങ്ങൾക്കും ഒരു ചാൻസ് തരാനാണ്. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതാണ് നല്ലത്. രണ്ട് കാര്യം കൂടെ. ഒന്ന്, നമ്മുടെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കുറേ കാലം MLA ആയിരുന്ന ആളാണ് കെ ബാബു. അദ്ദേഹത്തിൻ്റെ നോമിനി തന്നെയാണ് ഇപ്പം കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. കെ ബാബുവിൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് മറ്റു രണ്ട് മത്സരാർത്ഥികളും ഉള്ളത്. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ രണ്ട് മത്സരാർത്ഥികളെ ഞാൻ കാണുന്നുണ്ട്. അവരോട് വരെ ഞാൻ ഓടിപ്പോയിട്ട് ഫോട്ടോ എടുക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്രയും പോസിറ്റീവായിട്ട് ഞാൻ ഈ മത്സരത്തിനെ കാണുന്ന ഒരാളാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വിമർശനം വരുന്നുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഏത് ഇൻഡസ്ട്രിയിലാണ് വിമർശനങ്ങളില്ലാത്ത? എവിടെ നിൽക്കുമ്പോഴാണ് വിമർശനങ്ങളില്ലാത്ത? ഞാൻ സിനിമ ചെയ്യുമ്പോഴും ഇതേ ആളുകളെ ട്രോൾ ചെയ്തിട്ടില്ലേ? രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും എനിക്ക് മാത്രമൊന്നുമല്ലോ, മോദിജീനെ വരെ ട്രോൾ ചെയ്യുന്ന ആളുകളല്ലേ. അതങ്ങനെ പോട്ടെ. അതും എനിക്കൊരു PR വർക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രേ. വിഷമം തോന്നുമോ? എന്തിനാ വിഷമം? വിഷമം ഉണ്ടെങ്കിൽ നമ്മളിതിൽ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ഉഷാറാണ്. പിടിച്ചെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിടിച്ചെടുത്തിരിക്കും. പക്ഷെ നോക്കാം. ജയിക്കാൻ തന്നെയാണ് നമ്മുടെ മത്സരം. അഥവാ ഒരു പരാജയം നേരിട്ടാൽ മണ്ഡലത്തിലുണ്ടാവോ, രാഷ്ട്രീയത്തിലുണ്ടാവോ? തീർച്ചയായിട്ടും. ഇവിടെയൊക്കെ എൻ്റെ കുടുംബമായിട്ട് മാറി ഇവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാവും, ഇവരുടെ കൂടെ. സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ആളുകളോട് ഇടപെടുന്ന സംസാരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. സ്ട്രോങ് ആയി മുന്നോട്ട് പോകുമെന്ന് അവർ പറയുന്നുണ്ട്. ബിനു തോമസിനൊപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.